നമ്മളും അമ്മൂമ്മയായിട്ട് കോൺടാക്ട് ഇല്ലാത്തതിനും അപ്പൂപ്പൻ മരിക്കുന്നതിനും ഒരു ബന്ധമുള്ള കാര്യമില്ല. ഞാനേ മോശം പറയാമെന്ന് വിചാരിക്കരുത്. ഇത്ര ഐക്യത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുന്ന ഒരു കുടുംബം ഈ നാട്ടിൽ കേട്ടോ. അമ്മൂമ്മ എന്നോട് പണ്ട് എപ്പോഴും ഭയങ്കര വേണ്ടാതീനം പറഞ്ഞിട്ട് എപ്പോഴും എന്നോട് പറഞ്ഞിട്ട് ഞാൻ നിന്റെ അമ്മൂമ്മയല്ലേ, അതപ്പം നിനക്ക് അങ്ങ് ക്ഷമിച്ച് വിട്ടൂടെ. ആ ഒരു ഇതിൽ നമ്മൾ വിചാരിക്കും വയസ്സായില്ല, ഇനി എത്ര നാളും കൂടി ഉണ്ടാവുമാ. അത് ശരി. അപ്പൊ എന്റെ മുഖം കാണാതിരിക്കുവല്ലേ? എന്റെ അമ്മൂമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കുറ്റമൊന്നും പറയാൻ വലിയ ആഗ്രഹമില്ല. എന്നാ സത്യം ഞാൻ തുറന്നു പറയാം. ഞാൻ സത്യം തുറന്നു പറയാം. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചുതരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ വൃത്തികെട്ട സ്ത്രീയെ. കുറച്ചുകൂടി സംസ്കാരത്തോട് പെരുമാറണ്ടേ? സംസ്കാരം പഠിപ്പിക്കില്ല കേട്ടാ. ഇങ്ങനെയുള്ള മൂതവികളെടുത്ത് ഇങ്ങനെയാണ് സംസാരിക്കണം. നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ ലാസ്റ്റ് അയച്ചത്. എടാ നാറി, നിനക്ക് നാണമുണ്ട്? പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി അതെ ഇതേ ഇവിടെ തള്ളേന്നൊക്കെ പറയാടോ, പേരോ അമ്മയെന്നൊക്കെ വിളിക്കാമല്ലോ. അമ്മു എന്ന എടി അവളെ ഇവളെന്നും പറഞ്ഞ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്ന എങ്കിൽ പിന്നെ എനിക്ക് ഓസിനെയും ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ വിചാരിച്ചോ നല്ല ഉള്ളി. ഞാൻ വിചാരിച്ചു നല്ലൊരു പെൺകുട്ടിയാണ്. എന്നിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇത് കണ്ടോ നിങ്ങൾ? അങ്ങനെ മെസ്സേജുകൾ അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്യും. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്ക്. എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? അഹാന അയച്ച ഒരു മെസ്സേജാ, തൻവി യുവർ ഡിയർ ഗ്രാൻഡ് മദർ ഇസ് ദ ബിഗസ്റ്റ് ബിച്ച് ഓൺ എർത്ത്. വളരെ മോശമായി. നിന്റെ ഗ്രാൻഡ് മദർ വേൾഡില് എർത്തില് ഏറ്റവും വലിയ പൊടിച്ചി പട്ടി ആണ് എന്നാണ് അമ്മമ്മയെ പറ്റി മകൾ ഇട്ടുകൊടുത്തിരിക്കുന്ന. അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവൂ? നിന്റെ കൊള്ളരുതാത്ത ഏക അവയവം നാക്കാ. ഇവിടെ ലാസ്റ്റിൽ ഇവരെ അമ്മു എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. എന്റെ പൊന്നു സാറേ, അല്പം ചട്ടമ്പിത്തരില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. വലിയ തറവാട്ടുകാരാ. എന്ത് കാര്യം? കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത്, എന്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കൂല. നീ എന്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ നിന്നെ എന്റെ കല്യാണത്തിനൊന്നും വിളിക്കൂല. എന്റെ കല്യാണത്തിന് നീ വരികയും ചെയ്യരുത്. അത് പറയാനും കൂടെയാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. കണ്ടറിയാം ഇവളൊക്കെ പുറമ്പോക്ക് കോളനിയാണെന്ന്. എന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അത് അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മനെ തെറി വിളിച്ചത്. അമ്മ പറയുന്നത് ചിന്നമ്മ എന്നാണല്ലോ എന്റെ അമ്മേനെ വിളിക്കുന്നത്. ലോക ഏറ്റവും ബെസ്റ്റ് സ്ത്രീ ആണെന്നും എന്നാണ് പറയുന്നത്. തൻവിയുടെ അമ്മ, എന്റെ ചിന്നമ്മയെ കുറിച്ച് ഐ എം സോ അറ്റാച്ച്ഡ് ടു ഹർ. ഷീ ഈസ് എ വെരി ഗുഡ് പേഴ്സൺ. അതെങ്ങനെ ശരിയാവും? അങ്ങനെയാണെങ്കിൽ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, പണ്ട് നിന്റെ അമ്മയും അമ്മുമായിട്ട് വഴക്ക് കൂടിയപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ കല്യാണത്തിന് പോലും ആ നാറി സിമിയെ ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ ചിന്നമ്മ നല്ലവളാ. തൂക്കിയല്ലോ നാഥ. ദേഷ്യം വന്നപ്പോ നീ അങ്ങനെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടോ? കള്ളം പറഞ്ഞ കണ്ണടിച്ചാൻ പൊളിക്കുന്നുണ്ട്. പറഞ്ഞായിരുന്നു ഒരു വട്ടം. എനിക്ക് ആരുമില്ല. എൻ്റെ ഭർത്താവ് പോയപ്പോൾ എനിക്ക് ആരുമില്ല. എന്നെ നോക്കാൻ ആരുമില്ല. ഒരു ഫോൺ കോൾ ചെയ്യാൻ ആരുമില്ല. സിദ്ധു എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്, എൻ്റെ ഇളയ മോള് സിമി എന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ച്. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. എത്ര വിഷമം ഉണ്ടാവൂലേ? എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു. പക്ഷെ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. മനുഷ്യനെ നാറ്റിക്കാനായിട്ട് ജനിച്ചിരിക്കാണോ താൻ? അല്ലെങ്കിൽ തന്നെ നാട്ടിലിറങ്ങി നടക്കാൻ മേല. അമ്മൂമ്മേനെ കുറെ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോഴല്ലേ? അല്ല, ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങള് വഴക്കാം. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും. ഇത് ഞങ്ങളുടെ തറവാടിന്റെ ഒരു മഹിമയാണ്. തറവാടിത്തമാണിത്. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ പറയും, ഡാഡി ആ സ്ത്രീ ആ വൃത്തികെട്ട സ്ത്രീ ചത്തക്ക് ഞാൻ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാണ്. ആ സ്ത്രീ അങ്ങ് ചത്താ മതിയായിരുന്നു ഡാഡി, ആ സ്ത്രീ ചാവയില്ലല്ലേ എന്ന് എപ്പോഴും പറയുമായിരുന്നു. കഷ്ടം എവിടെ പറഞ്ഞാൽ മതിയല്ലോ. ഞാനും ചാണകം, നിങ്ങളും ചാണകം.